ഫോക്കസ് വഴി ഇപ്പോൾ ഒരു 6 വർഷത്തെ ഒരു സെലിബ്രേഷനിലാണുള്ളത്. നമ്മളെ 1 to 1 ട്യൂഷൻ ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ആയി ഉം. ജൂണോട് കൂടി. അപ്പോൾ നിങ്ങളെ ഒരു ജേർണി ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓപ്പറേഷൻ ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രോബ്ലം സൊസൈറ്റിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഞങ്ങൾ 5 പേരും ബിടെക് തൊട്ടേ ഇൻഡിവിജ്വൽ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാരായിരുന്നു. അതായത് ബിടെക്ക് എവിടെയായിരുന്നു നിങ്ങൾ പഠിച്ചിരുന്നത്? ഞങ്ങൾ കുസാറ്റിൽ പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് ഓക്കെ. പഠിച്ചത്. കൊച്ചി കൊച്ചിയിൽ. ആ. ക്യാമ്പസിലാണോ? ഓക്കെ. അപ്പോൾ കൊച്ചീൻ്റെ ആ സറൗണ്ടിങ് ഏരിയയിൽ, കുസാറ്റിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ ഞങ്ങൾ എല്ലാവരും ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ടൈം ആയപ്പോൾ കൊറോണ വന്നല്ലോ. കൊറോണ വന്നപ്പം ഈ സ്റ്റുഡൻസിനൊന്നും ട്യൂഷൻ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആക്ച്വലി ഹോസ്റ്റൽ ലീവ് ചെയ്ത് പോരേണ്ടി വന്നു. ഓക്കെ. അപ്പം ആ ട്യൂഷൻ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എക്സാം ആയിരുന്നു. അപ്പോൾ ആ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നത് നിർത്താനും പറ്റില്ല. പെട്ടെന്ന് തന്നെ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓൺലൈനായിട്ട് എടുത്തുകൂടാന്ന് തോന്നി. അങ്ങനെ ആ സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എടുത്തു. ഓഫ്‌ലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ട്യൂഷൻ നിങ്ങൾ ഓൺലൈനിലോട്ട് മാറ്റി. കൊറോണ അതിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഞങ്ങളിത് ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം. പിന്നെ ഞങ്ങൾക്ക് പോക്കറ്റ് മണി അല്ലെങ്കിൽ ഫീ അടയ്ക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതെ. അപ്പം അതിന് വേണ്ടി പോസ്റ്റർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തതെന്നേ ഉള്ളൂ. അതൊരിക്കലും ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണം, ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇത്രത്തോളം സ്റ്റുഡൻസ് ഇവിടെ വരുന്നോ, ഞങ്ങൾക്ക് ട്യൂട്ടേഴ്സിനെ പുറത്തുനിന്ന് എടുക്കേണ്ടി വരുന്നോ, ഉം. സ്റ്റാഫ്സിനെ പുറത്തുനിന്ന് എടുക്കേണ്ടി വരുന്ന ഒരു ഇനീഷ്യൽ തോട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ 5 ഫ്രണ്ട്സ് കുസാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അന്നൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു പേരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നേ ഒരു ഫോക്കസ് 5 എന്നുള്ളൊരു പേരുണ്ടായിരുന്നോ? പിന്നെ നിങ്ങൾ ഓരോ ടീം മെമ്പേഴ്സും ഇപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് മാനേജ് ചെയ്യുന്നത്? ഓരോരുത്തരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഫോക്കസ് 5 എന്നുള്ള പേര് എപ്പോഴാണ് ഫോം ചെയ്തതെന്ന് യഥാർത്ഥമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനീഷ്യലി സ്റ്റേജിൽ തന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പിന് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉം. ഫോക്കസ് എന്നുള്ള പേര് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫോക്കസ് 5 എന്നായി. ആ ഫോക്കസ് എന്നുള്ള പേരിൻ്റെ അകത്ത് ട്രേഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ. ഫോക്കസ് 5 എന്നുള്ള പേരായി. പിന്നെ എൻ്റെ കൂടെ ഇപ്പം അശ്വിൻ, അജ്നാസ്, ജിഷ്ണു, ഫായിസ്, ഞാൻ ജിതുൻ, ഇങ്ങനെ 5 പേരാണുള്ളത്. ഇതിൽ പിന്നെ എല്ലാവരും ഹയർ സ്റ്റഡീസും ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. അശ്വിനാണ് IIM എന്നാണ് MBA കഴിഞ്ഞത്. ഉം. അജ്നാസ് IIT ഖരഗ്പൂർ നിന്നാണ് M.Tech കഴിഞ്ഞത്. ഓക്കെ. ഞാൻ ആ. IIC ബാംഗ്ലൂരിൽ നിന്നാണ് M.Tech കഴിഞ്ഞത്. ഇപ്പോൾ അവിടെ തന്നെ PhD ആണ്. ഓക്കെ. ബാക്കിയുള്ള 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട് പാരലലി. മറ്റുള്ളൊരു ഓക്കെ. ആരാണ് കമ്പനീൻ്റെ സിഇഒ? ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആരാണ് മാനേജ് ചെയ്യുന്നത്? CEO ആയിട്ട് ഇപ്പോൾ ഒരു പൊസിഷനിൽ മെയിനായിട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ജിഷ്ണു ആണ്. ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം മാർക്കറ്റിംഗ്, അക്കാഡമിക്, സെയിൽസ്, ക്വാളിറ്റി, ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2020 ആ ഒരു കൊറോണയുടെ ടൈമിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ആദ്യത്തെ സ്റ്റുഡൻറ്റ് എങ്ങനെയായിരുന്നു വന്നത്? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൊച്ചിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ. അപ്പം പെട്ടെന്ന് കൊറോണ വന്ന് നാട്ടിൽ പോയി. അപ്പം ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സ്റ്റുഡൻസിന് തന്നെ അവരെ കംപ്ലീറ്റ് ഓൺലൈനിലോട്ട് മാറ്റി. മാറ്റി. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ബാച്ച് ആയിട്ട്. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ പോസ്റ്റർ അടിക്കുന്നതും പോസ്റ്റർ സ്പ്രെഡ് ചെയ്യുന്നതും അതായത് വാട്സപ്പിലൂടെ ഷെയർ ഷെയർ ചെയ്തിട്ട് ചെയ്ത്. അതെ അതെ. നിങ്ങളെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ. ഞങ്ങളെല്ലാവരും ക്യാമ്പസിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. പിന്നെ നാട്ടിലെ കമ്പനിക്കാരാണെങ്കിലും അവരും ഉണ്ട്. ഉം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ സ്റ്റുഡൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അവരെ ഫാമിലി മെമ്പേഴ്സും അതെ. കാര്യങ്ങളൊക്കെ ഇത്രയും കാലം ഓഫ്‌ലൈനായിട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓൺലൈനിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ടൈമിൽ നേരിട്ടത്? ഓക്കെ. ഇപ്പം ഒരു വർഷത്തോളം ഒരു കുട്ടിയുടെ കൂടെ നമ്മൾ ഈ ഒരു ജേണി പോകുന്ന സമയത്ത് ആ ട്യൂട്ടർക്ക് വ്യക്തമായിട്ട് അറിയാം ആ കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുക. ഓരോ കുട്ടിക്കും ഓരോ ടീച്ചിങ്സ് പഠിച്ച് മനസ്സിലാക്കുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ 1-2 ക്ലാസ് തന്നെ ട്യൂട്ടർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമ്മളത് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റെയിൻബോ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഒരു ടോപ്പിക്ക് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത്, കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാണ് റെയിൻബോ കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, മഴ ഉള്ളപ്പം. അപ്പം മഴ ഉള്ളപ്പോൾ മാത്രമാണോ ചോദിച്ചപ്പോൾ, ഇല്ല, മഴയും വെയിലും കൂടി ഉള്ളപ്പം. അപ്പോൾ ഞാൻ ചോദിച്ചു, വെയിലും മഴയും കൂടി ഉണ്ടാകുമ്പോൾ ആകാശത്ത് എന്തൊക്കെയാണുള്ളത്? വെള്ളത്തുള്ളികളുണ്ട്, സൂര്യൻ്റെ പ്രകാശമുണ്ട്. അപ്പം സൂര്യൻ്റെ പ്രകാശം ഈ വെള്ളത്തുള്ളികളിൽ അടിക്കുന്ന സമയത്താണ് റെയിൻബോ ഉണ്ടാകുന്നതെന്നും അത് റിഫ്ലക്ഷനും ബെൻഡിങ്ങും ഒക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടിക്ക് മനസ്സിലാവാൻ എളുപ്പം. വെറും അതിൻ്റെ പിന്നിലുള്ള സയന്റിഫിക് ടേംസ് മാത്രമല്ലാതെ ആ എന്താണോ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതെ, അതന്നെയാണ് ഞങ്ങളുടെ അപ്രോച്ചും. അപ്പോൾ നോർമലി നമ്മളൊരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കേണ്ട പോലെയല്ലല്ലോ, ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഒരു സ്റ്റുഡൻ്റ് ഒരു ടീച്ചറും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമിൽ അതൊരു ഡിഫിക്കൽട്ടായിരുന്നില്ലേ? ഇപ്പം എല്ലാവരും ഇതേപോലെ ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷേ അന്ന് 2020-19 ടൈമിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഉം. അപ്പോൾ ആ ഒരു ഇതിനെ മറികടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? അത് ആ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കാണുന്നതൊക്കെ എങ്ങനെയാ? ഒരു 40, 50 സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു ടീച്ചറും ഉണ്ടാവും. ആ ഓക്കെ. ടീച്ചർ അതെ. ക്ലാസ് എടുത്ത് പോകും. അതെ. അതിൽ എത്രത്തോളം കുട്ടികൾ അത് മൊത്തം മനസ്സിലാക്കുന്നുണ്ട് ആ ടീച്ചർക്ക് ശ്രദ്ധിക്കാൻ ഉം. പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ മാത്രമായിരിക്കും ടീച്ചർ ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നല്ല. എന്നാലും കുറച്ച് പേരൊക്കെ അങ്ങനെയായിരിക്കും. അതെ. അല്ലെങ്കിൽ അതെ. ഒരു ബാക്കിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു കുട്ടി എന്താലോചിച്ചിട്ടാണ് ആ ക്ലാസ് ശ്രദ്ധിക്കുന്നതെന്ന് പോലും ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതെ. പക്ഷേ അതേ സമയത്ത് നമ്മുടെ 1 to 1 ട്യൂഷൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താ ഒരു ട്യൂട്ടർ സ്റ്റുഡൻ്റായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. അതായത് വേറെ ഒരു ബാരിയറോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്താലോചിക്കുന്നു, സ്റ്റുഡൻസായിട്ട് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പം ഈസി ആയിട്ട് ട്യൂട്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റുഡൻറ്റിന് എത്രത്തോളം മനസ്സിലായെന്ന്. പിന്നെ ഞങ്ങളൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറാണ് സാധാരണ സെക്ഷൻ ഉണ്ടാവുക. ഓക്കെ. ആ 1 ഹവർ സെക്ഷൻ്റെ കൂടെ ഒരു ഞങ്ങളുടെ ക്ലാസ് ഞങ്ങൾ എപ്പോഴും ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് 1 ഹവർ 10 മിനിറ്റ്സ് എടുക്കണം. 1 ഹവർ ക്ലാസ്സിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാനും പിന്നെ ഒരു 10 മിനിറ്റ്സ് അന്നെടുത്ത വിഷയം എന്താണോ അതൊന്ന് കൊംപ്രൈസ് ആയിട്ട് ഒരു പറഞ്ഞു കൊടുക്കുക. റിവിഷൻ പോലെ. റിവിഷൻ പോലെ ഓക്കെ. പറഞ്ഞു കൊടുക്കുക. റിവൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അവിടെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ഡൗട്ട് ക്ലിയറൻസ് കഴിയുന്നു. ഓക്കെ. അതാണ് ഇതിലുള്ളൊരു വലിയ അഡ്വാൻറ്റേജ്. അപ്പം തന്നെ കുട്ടിക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷനും ഒക്കെ ആ കൺസെപ്റ്റിൻ്റെ പുറത്തുണ്ടാവും. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തും. അതെ ഒരു 1 ഹവറും പിന്നെ ഒരു 10 മിനിറ്റ്സും അതെ കഴിഞ്ഞതിന് ശേഷം. അതെ അതെ നമ്മളിപ്പോൾ എല്ലായിടത്തും കാണാറുണ്ട് കുറേ ഇന്നത്തെ തലമുറ ഫോണിന് അഡിക്റ്റ് ആണ്. അതായത് നമ്മളെ സ്റ്റുഡൻസ് ആണ്, കുട്ടികളാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് മെജോറിറ്റി ടൈം ഒരു സ്ക്രീൻ ടൈമാണ്. അവരെ 24 അവർ ഉണ്ടെങ്കിൽ അതിലും മെജോറിറ്റി ടൈമും സ്ക്രീൻ ടൈമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്, മൊബൈൽ സ്ക്രീനിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ അവർക്ക് പഠനത്തോടുള്ള അട്രാക്ഷൻ കുറയണമെന്നുള്ളൊരു ഒരു കേസ് സ്റ്റഡിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഫോക്കസ് വഴി തരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? നമ്മൾ ഒരിക്കലും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ പഴയ കുട്ടികൾ എന്നൊക്കെ പറയുന്നതൊക്കെ ആക്ച്വലി ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ മുന്നിലെത്തുന്ന കണ്ടന്റ് അവർ മനസ്സിലാക്കുന്ന അവർ പഠിക്കുന്നതും കുറച്ചും കൂടിയും ഇൻട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേലൂടെ അവരുടെ മുന്നിൽ എപ്പോഴുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിലനിർത്തുന്ന കാര്യമാണ്. അപ്പം അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്തായിക്കോട്ടെ അവർ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അതെ. അപ്പം ശരിക്കും ഇവിടെ ടീച്ചിങ് മെത്തേഡല്ലേ ശരിക്കും മാറണ്ടേ. ഓക്കെ. അതായത് കുട്ടികളെ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഇതാണ് ശരിക്കും ഇവിടെ മാറേണ്ടത്. ഇതിനനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആവേണ്ടത് നമ്മളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ അവർ നമ്മളെ കേട്ടിരിക്കാറുണ്ട്. അല്ലാത്തപ്പോഴൊന്നും ചിലപ്പോൾ അവർ നമുക്ക് ശ്രദ്ധ തന്നോണമെന്നില്ല. അപ്പം അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ടീച്ചിങ് മെത്തേഡും ടീച്ചേഴ്സും ആണ് മാറേണ്ടത്. അതെ ഞങ്ങളിപ്പോൾ LKGക്കും 12th വരെയുള്ള സ്റ്റുഡൻസിന് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ LKGക്ക് പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല 12th പഠിപ്പിക്കുക. അപ്പോൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് അവരെ എപ്പോഴും ഇൻട്രാക്റ്റീവ് ആയിട്ട് നിലനിർത്തണം. അവരെ ഞങ്ങളൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് എൻഗേജ് നിർത്തണം. ചെയ്തുകൊണ്ട് നിലനിർത്തണം. അപ്പോൾ ഞങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ഞങ്ങളുടെ അടുത്തേക്ക് വന്ന എല്ലാ ട്യൂട്ടേഴ്സിനും കൊടുത്ത നിർദ്ദേശം അതന്നെയാണ് ബേസിക്കലി. പക്ഷേ അതായത് നിങ്ങളെ ടീച്ചേഴ്സിന് നിങ്ങൾ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതെ എങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തണം എന്നുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. അതെ ഞങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം തന്നെ ഉണ്ട്. അതിൽ ട്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്ത് എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾക്ക് എത്രത്തോളം കൺസെപ്റ്റ് അറിയുന്നുള്ളതിനുപരി എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ഓൾറെഡി ഞങ്ങളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ കൺസെപ്റ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവരെടുക്കുന്നത്. പക്ഷെ അതിൻ്റെ പുറമെ ഈ ഒരു കാര്യത്തിന് കൂടി ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഉള്ള ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കരുതല്ലോ. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരാളും അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പോൾ അത് അവർക്ക് ഭാവിയിലൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരൽ? നിങ്ങളൊരു സിസ്റ്റത്തിൽ, ഫോക്കസ് പോയിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു അപ്രോച്ച് എങ്ങനെയാണ് എടുക്കൽ? ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 9ാം ക്ലാസ് വരെ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് എനിക്കൊരു ബോധമൊക്കെ വന്നത് പഠിക്കണം, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന്. പക്ഷേ അന്ന് പഠിച്ചു തുടങ്ങിയ സമയത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ക്ലാസ്സിൽ പോയിരുന്നാലും ബേസ് ഇല്ലാത്തതിനോട് ബേസിക്കല്ല ടീച്ചേഴ്സിന് കുറ്റം പറയല്ല, ബേസ് ഇല്ലാത്തതിനോട് എനിക്കിത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായി. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഇങ്ങനെ മോൾ കൺസെപ്റ്റ് 10ാം ക്ലാസ്സിലൊരു ഇതായിരുന്നു മോൾ കൺസെപ്റ്റ് എന്നുള്ളൊരു പോർഷൻ കെമിസ്ട്രിയിൽ. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ അന്ന് ഓനോ BSc ഫസ്റ്റ് ഇയർ കെമിസ്ട്രി പഠിക്കുന്ന സമയം. അപ്പോൾ അവന് കെമിസ്ട്രി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആ മോൾ കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് രീതിയിൽ ഒരു പറഞ്ഞു തന്നു. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NOHൻ്റെ മോളിക്കുലർ മാസ് 40. അപ്പോൾ 40 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു മോള് സാധനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യം എന്നുള്ളത് അതിൽ നിന്നാണ് മനസ്സിലായത്. അപ്പോൾ
ആ സാധനം ഇപ്പോഴും എൻ്റെ PhDൻ്റെ കെമിക്കൽ കാൽക്കുലേഷൻസിൽ ഇന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്. ഒരു സാധനം മിക്സ് ചെയ്യുമ്പോഴൊക്കെ മോളാർ കാൽക്കുലേഷൻസ്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല, ആ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള റിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മനസ്സിലാക്കുക എന്നുള്ളൊരു അതെ. അതാണ്. അത് കറക്റ്റ് അന്ന് മനസ്സിലായതുകൊണ്ട് ശരിക്കും എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. പക്ഷെ എനിക്ക് ആ ഒരു സിമ്പിൾ സാധനം മനസ്സിലായതിന് ശേഷം പിന്നെ ആ ചാപ്റ്റർ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് മാറി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് ഒരുപാട് ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സ് ഓരോ സ്കൂളിൻ്റെ അടുത്തും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു 1-to-1 ട്യൂഷൻ എന്നുള്ളത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ 1-to-1 ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റുമാണ്, മറ്റേത് ഒരു ടീച്ചറും മൾട്ടിപ്പിൾ സ്റ്റുഡൻസും ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിന് ഡിഫറെൻ്റ് ആവുക? എന്ത് വാല്യൂ ആണ് കൂടുതൽ കൊടുക്കാൻ പറ്റുക കുട്ടികൾക്ക്? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു ട്യൂട്ടർ മാത്രമാകുമ്പോൾ അവിടെ തീർക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഒരു ഹവറിൽ. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ പോയിട്ട് 2-3 ഹവറിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഈ ട്യൂട്ടർക്ക് പ്രോപ്പറായിട്ട് തന്നെ ഈ സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും വിത്തിൻ 1 hour എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ ബേസിക്കലി അവിടെ ഉണ്ടാകുന്നത്, കുട്ടിയുടെ കുറച്ചും കൂടി എക്സ്ട്രാ ടൈം ആ കുട്ടിക്ക് അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഡ്രോയിങ്, മ്യൂസിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനും ടൈം അവർക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ഡ്രോയിങ്ങും മ്യൂസിക്കിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ അങ്ങനെയും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ നോർമൽ കോഴ്സസിൻ്റെ കൂടെ. അപ്പോൾ ഇതിനും കൂടി അവർക്ക് ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ട്യൂഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അവർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ സമയം കിട്ടും. അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി ഇപ്പം എല്ലാവരും ഭാവിയിൽ പ്രഷർ അനുഭവിക്കുന്ന സമയത്ത് ആ പ്രഷറിനൊക്കെ ഒരു ലിമിറ്റ് വരെ തടയിടുന്ന എന്താണ് ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നെങ്കിൽ വർക്കൗട്ട് ആവാം, അല്ലെങ്കിൽ വല്ല മാർഷൽ ആർട്ട് ട്രെയിനിങ് ആവാം, മ്യൂസിക് ആവാം, ഡ്രോയിങ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ കറൻറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് വന്ന്, ഒരു ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്സിലോ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്ന്, അപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടല്ലോ. അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഒരേ ടൈമിൽ ക്വസ്റ്റ്യൻ ടീച്ചറോട് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല, അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യൽ തന്നെയാണോ ഫോക്കസ് 5 ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഇപ്പം ട്യൂട്ടറും സ്റ്റുഡൻറ്റും അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂട്ടർ എടുത്ത് സ്റ്റുഡൻസിന് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാനും, അതായത് ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള. പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ചില കുട്ടികളുടെ അടുത്ത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവേണ്ടി വരും, അവരെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ചില കുട്ടികളുടെ അടുത്ത് നമുക്ക് നോർമലി പഠിപ്പിച്ചു പോയാൽ അവരെല്ലാ ഡൗട്ടും, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഓൾറെഡി എല്ലാ ഡൗട്ടും ചോദിക്കും. പക്ഷേ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ കുറച്ചുകൂടി കമ്പനി ആക്കി വെച്ച് അവരുടെ അടുത്ത് നിന്ന് അവർ ഉള്ളു തുറക്കുന്ന രീതിയിൽ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആവുന്ന സമയത്തെ ആ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒക്കെ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് എടുക്കും. അതെ, ട്യൂട്ടേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിപ്പം ട്യൂട്ടർക്ക് സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കാനും സ്റ്റുഡൻറ്റിനും പാരൻറ്റിനും ഈ കുട്ടീനെ പഠിപ്പിച്ചാൽ കൊള്ളാവോ, അല്ലെങ്കിൽ ഈ ട്യൂട്ടർക്ക് അത്രത്തോളം വിവരം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫ്രീ ഡെമോ ക്ലാസ് തന്നെ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് പൊതുവേ ബോറിംഗ് ആണെന്നുള്ളൊരു ഇത് പൊതുവെ വരാറുണ്ട്. അതായത് പല സ്റ്റുഡൻസിനും ബോറിംഗ് ആണ്, അവർക്ക് ഇത്ര അറ്റൻഷൻ കൊടുത്ത് ഇത്രയും ടൈം ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ചർച്ച പൊതുവെ വരാറുണ്ട്. അതിനെതിരെയുള്ള അപ്രോച്ച് എന്താണ്? ഇപ്പം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ട് ആ ക്ലാസ്സിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഇൻട്രാക്റ്റീവ് ആയിട്ട് നിലനിർത്താൻ ട്യൂട്ടേഴ്സ് പല അപ്രോച്ച് ഉപയോഗിക്കാറുണ്ട്. അതായത് ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ കുട്ടീനോട് ചോദിച്ചിട്ട് അവൻ ഫുൾ ടൈം എൻഗേജ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സിസ്റ്റം. നോർമൽ റെഗുലർ ടീച്ചിങ്ങിന് വ്യത്യസ്തമായിട്ട് ഒരു മെൻറ്ററെ പോലെ ഒരു ടീച്ചറെ കാണാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അവനെ ഭാവിയിലോട്ട് ഗൈഡ് ചെയ്യാനും അവനെ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു കാര്യത്തിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ പല പേരൻസും ഭയങ്കര ബിസി ആയിരിക്കും. ഇപ്പോൾ GCCയിലുള്ള പേരൻസ് ആണെങ്കിലൊക്കെ അവരവരെ വർക്കും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഒരു കുട്ടികളുടെ കാര്യത്തിൽ അത്രയും ടൈം കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യത്തിലും അത്രയും ടൈം കൊടുക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഡെയിലി ബേസിസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ടീച്ചേഴ്സിനെ കൊണ്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുട്ടികളെ ഭാവി എന്നുള്ള രൂപത്തിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാത്ത കേസിലൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുക? ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് മെൻറ്റർ എന്നുള്ള ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക്. അതായത് ഓരോ കുട്ടിക്കും ഓരോരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി 4-5 സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 4-5 സബ്ജക്റ്റും ഡിഫറെൻറ്റ് ട്യൂട്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ട്യൂട്ടേഴ്സിനും ഈ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഈ പാരൻറ്റിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റുഡൻറ്റ് മെൻറ്റർ എന്നുള്ള ഒരാളാണ്.
അവർ ട്യൂട്ടേഴ്സായിട്ട് സംസാരിച്ചിട്ടും അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ടൈം നോക്കിയിട്ടൊക്കെ ക്ലാസ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ അവരെ കാണുന്നത് ശരിക്കും സെക്കൻഡ് പാരൻ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഓക്കെ. സ്റ്റുഡൻ്റെ എല്ലാ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും ആ ആൾ നോക്കും. ഇപ്പോൾ സ്കൂളിലുള്ള പരീക്ഷേൻ്റെ മാർക്കാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലെ പരീക്ഷേൻ്റെ മാർക്കാണെങ്കിലും അതായത് പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ. പ്രോഗ്രസ് ഇതൊക്കെ പാരൻസിൻ്റെ അടുത്ത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഉം. പിന്നെ പാരൻസിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കുക. ഇന്ന കാര്യങ്ങളാണ് കുട്ടിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഈ ഓക്കെ. സബ്ജക്റ്റിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് കാട്ടിയിട്ടുണ്ട്. അങ്ങനെ റെഗുലറായിട്ടൊരു അപ്ഡേറ്റ് പാരൻസിന് കൊടുക്കുന്നത് ഈ സ്റ്റുഡൻറ് മെൻറ്ററാണ്. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലെല്ലാ ട്യൂട്ടേഴ്സും ഉണ്ടാവും, ഈ മെൻറ്ററും ഉണ്ടാവും. അതായത് ഓരോ സ്റ്റുഡന്റിനും ഒരു ഓരോ മെൻറ്റർ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതെ അതെ. അല്ലേ? അതിനകത്ത് ഇവർക്ക് ഇപ്പം എന്ത് ഡൗട്ട് ഒരു സബ്ജക്റ്റിൽ ഇപ്പം ട്യൂട്ടർ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഡൗട്ട് ഉള്ളതെങ്കിൽ പോലും അതിൽ ചോദിക്കാം. ഇനിയിപ്പോൾ ട്യൂട്ടർ ആ മെസ്സേജ് കാണുന്നില്ലെങ്കിൽ പോലും ഈ മെൻറ്റർ ആ ട്യൂട്ടറെ വിളിച്ചിട്ട് ഈ മെസ്സേജ് നോക്കണം, ഇനി റിപ്ലൈ കൊടുക്കണം എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ മെൻറ്റർ ആക്ച്വലി അല്ലെങ്കിൽ ഈ മെൻറ്റർ സിസ്റ്റം എന്നുള്ളത് അത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ ചുറ്റുമുള്ള ലോകം ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എഐയിൽ ഓരോ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ നമ്മളെ സ്റ്റുഡൻസിനെ ഫ്യൂച്ചർ റെഡി ആയിട്ട് എങ്ങനെയാണ് നിലനിർത്താൻ നോക്കുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എഐക്ക് കോഴ്സ് ഉണ്ട്, കോഡിങ്ങിന് കോഴ്സ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ബേസ് സെറ്റ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്, പിന്നെ ചെറിയ ഓക്കെ. കുട്ടികൾക്ക് ലിറ്റിൽ ഫൈവ് എന്നുള്ള കോഴ്സ് ഉണ്ട്, ഉം. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്, ഫ്രഞ്ചും അങ്ങനത്തെ കുറേ ലാംഗ്വേജസ് ഉള്ള കോഴ്സുകളുണ്ട്. അപ്പം അതായത് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണോ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ളത്, ആ എഡ്യൂക്കേഷണൽ ചേഞ്ചസിനനുസരിച്ച് ഞങ്ങളും ചേഞ്ച് ആകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ പോലും എഐക്ക് വേണ്ടി ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതെ. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് പോലെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പോലെ അത്രയും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല. അപ്പം നാടോടുമ്പോൾ നടുവ് ഓടുക എന്നല്ല, നാടോടുമ്പോൾ മുന്നേ ഓടുക എന്നുള്ള ആശയത്തിലാണ് എപ്പോഴും ഫോക്കസ് 5 ഊന്നുന്നത്. അതായത് എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ നടക്കുന്നുണ്ടോ ആ ചേഞ്ചസിനനുസരിച്ച് കോഴ്സ് ഇവിടെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ടീച്ചിങ് മെത്തേഡ് മാത്രമല്ല, പുതുതായിട്ട് വരുന്ന കൺസെപ്റ്റുകൾ കുട്ടികളുടെ ഇടയിലേക്ക് എത്തിക്കണം. അതിന് നല്ല രീതിയിൽ കോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ടായിരുന്നു. അതിന് ഞങ്ങളൊരു R&D ടീം തന്നെ ആദ്യം ഡെവലപ്പ് ചെയ്തു. ആ R&D ടീം വെച്ചിട്ട് ഓരോരോ കോഴ്സ് ഡെവലപ്പ് ചെയ്തു, പല പല ട്യൂട്ടേഴ്സിനെ വെച്ചിട്ട് അതിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കി, അത് വേറെ പല ട്യൂട്ടേഴ്സിനെ വെച്ച് വെരിഫൈ ചെയ്യിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഞങ്ങൾ കാണുന്ന പല പല ഡിഫറെൻറ്റ് കോഴ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മളെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ലേണിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ IQ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സിസ്റ്റം എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും ട്യൂഷൻ എടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ 4-5 സ്റ്റുഡൻസിന് ട്യൂഷൻ എടുക്കുന്നുണ്ടാവും. അവർക്ക് പലർക്കും മനസ്സിലാവുന്ന രീതി വ്യത്യസ്തമാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു കണ്ടന്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില കുട്ടികൾക്ക് കെമിസ്ട്രി ഒക്കെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, പക്ഷേ മാത്സിൻ്റെ മുകളിൽ കുറച്ചുകൂടി ടൈം എടുക്കേണ്ടി വരും. ഉം. അപ്പോൾ അതിന് എക്സ്ട്രാ ടൈം കൊടുത്ത് അതിൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട്, ഇപ്പോൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ ചില ബേസ് പഴയ സാധനങ്ങൾക്ക് അവർക്ക് അറിയില്ലെങ്കിൽ അതും പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. ഉം. അപ്പം നമ്മൾ ട്യൂട്ടേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഉള്ളതാണ് നമ്മൾ ബേസ് ട്യൂട്ടേഴ്സ് സ്ട്രോങ് ചെയ്യുന്നത്, ആക്കുക എന്നുള്ളത്. ബേസ് സ്ട്രോങ് ആക്കുക. അതിന് ഇപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ ഉണ്ട്. ആ ഫൗണ്ടേഷൻ കോഴ്സിൽ ബേസ് ഓക്കെ, പ്രോപ്പർ അതാണ് ആക്കുക എന്നുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സ് അതെ വരുന്നത് അതെ അല്ലേ? അതെ. ഓക്കെ. ഇനിയിപ്പോൾ നാളെ ജിതുവിന് ഒരു നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു അവസരം കിട്ടി, അതായത് ഒരു ടോപ്പ് ലെവലുള്ള ഒരു പൊസിഷൻ കിട്ടി, ഏത് രീതിയിലായിരിക്കും അതിനെ ചേഞ്ച് ചെയ്യുക? ഇപ്പോഴുള്ളൊരു സിസ്റ്റത്തിന് എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ സിലബസിലുള്ള കണ്ടൻറ്റുകൾ അത് നല്ലതാണ് ആക്ച്വലി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പ്രോപ്പറായിട്ട് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത രീതികളാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള എസ്പെഷ്യലി അത്യാവശ്യം നല്ല വൃത്തിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് മെത്തേഡുകളാണ്. അത് ഒരു ക്ലാസ്സിന് ഒന്നായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. ഇപ്പോൾ ഫോക്കസ് 5ൻ്റെ ജേണി എടുക്കുകയാണെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ആയി. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പിന്നെ ടഫസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം അത് ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 800+ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ആ 800 സ്റ്റുഡൻസും ഒരു ക്ലാസ്സിലല്ലല്ലോ, അവർക്ക് ഓരോരോ ട്യൂട്ടേഴ്സാണ്, ഓരോരോ മെൻറ്റേഴ്സാണ്. അപ്പോൾ ഈ 800 പാരലലി റണ്ണിങ് ആണ്. അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ചലഞ്ച്. അതുതന്നെയാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതും. ആ 800 സ്റ്റുഡൻസിനെ അപ്പോൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ക്വാളിറ്റി കൺട്രോളൊക്കെ എന്നുള്ള രീതിയിൽ പോലെ QC ഓരോരോ ക്ലാസ്സൊക്കെ കയറി നോക്കുക, അതിൻ്റെ പ്രോപ്പറായിട്ടാണോ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലാസ്സാണോ അവിടെ നടക്കുന്നത്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യൂസിൻ്റെ അണ്ടറിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റി. അത് ഞാൻ ഇന്നും കോൺഫിഡൻറ്റോട് കൂടി പറയും. ഞങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ പ്രോപ്പറായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അന്ന് ടഫായിട്ട് പോയതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ആക്ച്വലി അന്ന് അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായതിന് ഒരുപാട് കുട്ടികൾ ഇന്നും നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർ +2 കഴിഞ്ഞ് നിർത്തി പോകാന്നല്ലാതെ ഇപ്പോൾ ലോവർ ക്ലാസ്സിലൊക്കെ പണ്ട് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു കുട്ടീൻ്റെ എക്സാമ്പിൾ എനിക്കറിയാം. 6ാം ക്ലാസ് പഠിച്ചതിന് 2020 ജോയിൻ ചെയ്ത കുട്ടി ഇന്ന് +1 ഇപ്പോൾ കഴിഞ്ഞ് +1 കഴിഞ്ഞു തോന്നുന്നു. ആ കുട്ടി ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഒരു അതായത് എക്സാമ്പിളാണ്. ഇത്രയും വർഷം നമ്മളെ കൂടെ തന്നെ ഓരോ ഇയറിലും നമ്മളെ കൂടെ കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്ത് അതായത് നമ്മുടെ കൂടെ വന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. അതിന് ഏറ്റവും വലിയ ഡെഡിക്കേഷൻ എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ ട്യൂട്ടേഴ്സും തന്നെയാണ്. അവരാണ് ഇത്രയും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതെല്ലാം ലീഡ് ചെയ്യുക, ഇന്ന നിർദ്ദേശം കൊടുക്കുക എന്നുള്ളൂ. അവർ എഫേർട്ട് ഇട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവരുടെ കാരണം കൊണ്ട് അവരാണ് ഞങ്ങളെ ബാക്ക് ബോൺ ശരിക്കും. അവർ കാരണം കംപ്ലീറ്റ് കൊണ്ട് ടീം വർക്കാണ്. ഈ സാധനം ഇന്ന് കാണുന്ന രീതിയിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കാണുന്ന ഒരു പേരും ഒക്കെ ഞങ്ങളുടെ ടീം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇപ്പോൾ ഫോക്കസ് 5 ഇന്ത്യയിലും GCCയിലും ആണല്ലേ മെയിനായിട്ട് ഓപ്പറേഷൻസ് ഉള്ളത്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ GCCയിലും ഇന്ത്യയിലാണ് ഫോക്കസ് എങ്കിലും ഞങ്ങൾ ബ്രിട്ടീഷ് കുരിക്കുലത്തിനും US-ലുള്ള പല സിലബസിനൊക്കെ നിലവിൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങളൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണലി ഡെവലപ്പ് ചെയ്യുക. അതായത് ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റം മാറുക എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഏതൊക്കെ രാജ്യത്താണ് നമ്മൾ ഫോക്കസ് 5 ആക്റ്റീവായിട്ടുള്ളത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20+ രാജ്യങ്ങളിൽ ഇപ്പം ഓൾറെഡി എന്തായാലും നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് Okay. കൂടുതലും മലയാളി പാരൻ്റ് ആയിരിക്കും. ഓക്കെ. 1-to-1 ട്യൂഷനിന് എടുക്കണ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഫോക്കസ് 5നെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇതേ ഫീൽഡിൽ തന്നെ 1-to-1 ട്യൂഷനായിട്ടുണ്ട്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഫോക്കസ് 5 ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവണം, എങ്ങനെ അറിയപ്പെടണം എന്നാണ് നിങ്ങളൊരു എക്സ്പെക്റ്റേഷൻ? എങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമിൽ +2 പഠിച്ച ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ടായി. അവൻ എൻ്റെ അടുത്ത് വന്നത് അവൻ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണം, അതേപോലെ +2ലെ ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ 10, 12 അല്ലെങ്കിൽ 10 താഴെ മാർക്കായിരുന്നു അവന് പല സബ്ജക്റ്റിലും ഉണ്ടായിരുന്നത്. അതായത് +1 തോറ്റ കുട്ടിയാണോ? അങ്ങനെ +1 തോൽവി എന്നില്ല, +1 +2 കൂടി കമ്പൈൻഡ് മാർക്കാണ്. കമ്പൈൻഡ് ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് പഠിച്ചു, കേരള സ്റ്റേറ്റ് പഠിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവന് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതി, +2 പരീക്ഷയൊക്കെ എഴുതി. +2 പരീക്ഷയിൽ അവന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൻ്റെയൊക്കെ മാർക്ക് എന്ന് പറഞ്ഞാൽ 54+ ആയിരുന്നു 60ൽ. ഓക്കെ. ആ ഒരു രീതിയിൽ അത്രയും ചേഞ്ച് ആവറേജ് മാർക്കിലോട്ട് എത്തിക്കാൻ ഇപ്പോൾ പറ്റും. ടോപ്പ് മാർക്ക് തന്നെ, Top mark ഏകദേശം ആണ്. ടോപ്പ് മാർക്ക് തന്നെ ആ രീതിയിലേക്ക് വന്നു. ബേസിക്കലി ആ കുട്ടിക്ക് ഒരിക്കലും പൊട്ടൻഷ്യൽ ഇല്ലായിട്ടായിരുന്നില്ല. ഉം. ആ കുട്ടിക്ക് അത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ. പിന്നെ ഒരു കുട്ടി ഇതേപോലെ അക്കൗണ്ടൻസി ആണോ അറിയില്ല, കറക്റ്റ് കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. +1 +2ലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. +2ൽ കുട്ടി +1ൽ മാർക്ക് കുറഞ്ഞിട്ടായിരിക്കില്ല കുട്ടി എന്തായാലും നമ്മുടെ ഇത് ജോയിൻ ചെയ്തത്. പക്ഷേ +2ൽ ആ സബ്ജക്റ്റിൽ ആ കുട്ടിയായിരുന്നു ആ സ്കൂളിലെ സബ്ജക്ട് ടോപ്പർ. ഓക്കെ. ഓക്കെ. ആ രീതിയിലും നമ്മളിവിടെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ തന്നെ പാരൻസ് ഞങ്ങൾ ഓർക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.